കുറേ കാലമായി നമ്മൾ ഫാമിലിയായിട്ടൊരു സ്റ്റേക്കേഷനൊക്കെ പോയിട്ട്. അങ്ങനെ നമ്മൾ രാവിലെ 6 മണിയായപ്പോൾ ജാക്കിനോടും ചേട്ടനോടും ടാറ്റയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്രാവശ്യം നാട്ടിൽ വന്നതിൻ്റെ പുറകിൽ വലിയൊരു സ്റ്റോറി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു ഭാഗമാട്ടോ ഈ ഒരു ട്രിപ്പ്. ഇനി ട്രിപ്പ് എങ്ങോട്ടാന്ന് അറിയണ്ടേ? അത് വയനാടേക്കാട്ടോ. രാവിലെ ഫുഡൊന്നും കഴിക്കാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയോണ്ട് നല്ല വിശപ്പുണ്ടായി. അങ്ങനെ നമ്മൾ ഇടിയപ്പവും മുട്ടക്കറിയും ബാജിയും പൂരിയും ഒക്കെ കഴിച്ചപ്പോഴേക്കും ആഹാ റാഹത്തായി. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പോയത് ബാനാസുര സാഗർ ഡാമിലേക്കാട്ടോ. സത്യം പറഞ്ഞാൽ ഞാനും ചേച്ചി അവിടെ പോയത് ഡാം കാണാനൊന്നും അല്ല കേട്ടോ. ഞങ്ങളവിടെ പോയതിൻ്റെ മെയിൻ ലക്ഷ്യം അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ചെയ്യാനായിരുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ നമ്മൾ ഫാമിലീസിൻ്റെ കൂടെയും ടൈം സ്പെൻഡ് ചെയ്യണം. നമുക്ക് കറങ്ങാൻ പോകാനും ഫുഡ് കഴിക്കാൻ പോകാനും കുറേ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ അച്ഛനമ്മമാർക്ക് നമ്മളേ ഉള്ളൂ. എന്ന് വെച്ചാൽ അവർക്ക് വേറെ ഫ്രണ്ട്സ് ഇല്ലാന്നൊന്നും അല്ല, അവർക്ക് അവരായിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റിയ കുറച്ച് നിമിഷങ്ങളായിട്ട്. പിന്നെ പണ്ടൊക്കെ ഞാനും ചേച്ചി എപ്പോഴും അടിയാ ഒരുപോലത്തെ ഡ്രസ്സ് ഇട്ടാലും ഒക്കെ. പക്ഷെ ഇപ്പം നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആട്ടോ. അങ്ങനെതാ മെയിൻ പാർട്ടിലേക്ക് വരാം, സിപ്പ് ലൈൻ. എനിക്കൊരിറ്റ് ധൈര്യം കുറവായതുകൊണ്ട് ഞാൻ ആദ്യം ചേച്ചീനെ പറഞ്ഞു വിട്ടു. പിന്നെ ഞാൻ കയറി. പക്ഷെ സംഭവം മസ്റ്റ് ട്രൈയാ. മേലേന്ന് താഴോട്ടുള്ള കാഴ്ച ഒന്നും പറയാനില്ല. പിന്നെ താഴേന്ന് ആൾക്കാർ മേലേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച പാൻ്റ് ഇട്ടതുകൊണ്ട് നന്നായി. അങ്ങനെ ഹൊറർ ഹൗസിലും കയറി അലറി വിളിച്ച് തൊണ്ട പറ്റിയത് കൊണ്ട് ഒരു ഐസ്ക്രീമും വാങ്ങി കഴിച്ച് നമ്മൾ നേരെ പോയത് ലക്കിടി വ്യൂ പോയിന്റ്. ദേ ആ കാണുന്നതാണ് താമരശ്ശേരി ചുരം. എന്താ അല്ലേ, സിനിമയിൽ കേട്ടിട്ടേ ഉള്ളൂ ഇതൊക്കെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മളിതേ നമ്മുടെ റിസോർട്ടിലേക്ക് എത്തി. ഇതാണ് മിസ്റ്റി ഹൈറ്റ്സ്, ഒരു പ്രിറ്റി ഡീസൻറ്റ് റിസോർട്ട്. കാടിൻ്റെയും മലേൻ്റെ ഒക്കെ നടുക്കായതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ഒച്ചയും ബഹളവും ഇല്ല. പിന്നെതാ ഈ പൂളാണ് നമ്മുടെ റിസോർട്ടിൻ്റെ മെയിൻ ഹൈലൈറ്റ്. പിന്നെ അതിൻ്റെ തൊട്ട് മുന്നേ ഒഴുകുന്ന ഈ പുഴയും. ഇതാണ് നമ്മുടെ റിസോർട്ട്. നമ്മുടെ ഇൻഗോസ്റ്റ് ഹൗസ് ഇന്നലത്തെ പോലത്തെ വീട്. അപ്പം ഇന്നത്തേക്കുള്ളതായി. ഇനി നമുക്ക് കിട്ടിയ റൂം ഇവിടെ വരാനുള്ള റീസണൊക്കെ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ടാറ്റ ബൈ ബൈ ഉമ്മ.